ആ പ്രതിയുടെ ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും. വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗിക്കുന്നത് ഒരു സാധാരണഗതിയിലല്ല വന്നത്. അറിഞ്ഞുകൊണ്ട് സംഭവിച്ച ഒരു പ്രതിഷേധമായിട്ടാണ് ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ. അത് തെരഞ്ഞെടുപ്പിനോട് അതിനെ കൂട്ടിക്കെട്ടുന്ന ഈ ഒരു ഹീനമായ ആരോപണം അത് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോണം. നമസ്കാരം. പന്നിക്കടയിൽ നിന്ന് ഷോക്കേറ്റ് നിലമ്പൂർ വഴിക്കടവ് വള്ളക്കട്ടയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം ആളിക്കത്തുകയാണ്. മീൻ പിടിക്കാൻ പോയ 15 വയസ്സുകാരൻ അനന്തുവാണ് ഇന്നലെ രാത്രി മരണമടഞ്ഞത്. തൊട്ടു പിന്നാലെ സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന് പ്രതിപക്ഷവും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന പരാമർശവുമായി വനം മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തി. വലിയ പ്രതിഷേധം ഇന്നും ഇന്നലെയും നമ്മൾ കണ്ടു. പന്നിയെ വേട്ടയാടാൻ അനധികൃതമായി സ്ഥാപിച്ചതാണ് കെണിയെന്നും വൈദ്യുതി മോഷണമാണ് നടന്നതെന്നും KSEB വിശദീകരിക്കുന്നു. തോട്ടി ഉപയോഗിച്ച് അനധികൃതമായി വയർ വലിച്ചു നടത്തിയ മോഷണത്തിന്റെ ദൃശ്യങ്ങളും KSEB പുറത്തുവിട്ടു. വിനീഷ് എന്ന ഒരു പ്രതിയാണ് ഈ സംഭവത്തിലുള്ളത്. വിനീഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഒരു ജീവനാണ് പൊലിഞ്ഞത്. KSEBക്കോ പഞ്ചായത്തിനോ വീഴ്ച സംഭവിച്ചെങ്കിൽ അതിൽ വിശദമായ അന്വേഷണം വേണം. തെറ്റാവർത്തിക്കാതിരിക്കാൻ നടപടിയും സ്വീകരിക്കണം. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മരണത്തിൽ പോലും മുതലെടുപ്പ് നടത്തുകയാണോ രാഷ്ട്രീയ പാർട്ടികൾ? ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ ശ്രീ സിനോജ് C, വെള്ളക്കെട്ട, അദ്ദേഹം ഒരു നാട്ടുകാരനാണ്. റെജി ജോസഫ്, വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികനൊപ്പം ഡിജോ കാപ്പൻ, പൊതുപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ റെജി ജോസഫിലേക്കാണ്. അദ്ദേഹം വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ശ്രീ റെജി ജോസഫ്, ഇപ്പോൾ താങ്കളുമായി ബന്ധപ്പെട്ട് റെജി ജോസഫിലേക്ക് ഞാൻ എത്താം. അതിനു മുൻപായി റെജി ലൂക്കോസിലേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇതിലൊരു ഗൂഢാലോചന എന്നൊരു സിദ്ധാന്തം ഉന്നയിക്കുന്നത് വനം മന്ത്രിയാണ് അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. അതിനുശേഷം CPIM സംസ്ഥാന സെക്രട്ടറി രംഗത്തേക്ക് വരുന്നു. അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. പിന്നീട് മറ്റു ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് പാർട്ടി പോകുന്നത്? ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കാൻ എന്താണ് അടിസ്ഥാനം? എനിക്ക് കേൾക്കത്തില്ല, ശബ്ദമില്ല. കേൾക്കാമോ താങ്കൾക്ക് ഇപ്പോൾ? വോളിയം കൂട്ടിയാൽ നന്നായിരുന്നു. എനിക്ക് ഒട്ടും കേൾക്കത്തില്ല. TCR അത് പരിഹരിക്കുമെന്ന് കരുതുന്നു. താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് ഒരല്പം വോളിയം കൂട്ടിയാൽ എനിക്ക് ക്ലിയർ അല്ല പറയുന്നത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് എത്താം. അത് പരിഹരിച്ചതിന് ശേഷം താങ്കളിലേക്ക് എത്താം. ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പോൾ ഇത് നമ്മൾ ഇതിനു മുൻപും ഏതാനും വർഷം മുൻപ് ചർച്ച ചെയ്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് താങ്കൾ അതിഥിയായിരുന്നു. ഇതുപോലെ തന്നെ ന്യൂസ് ഈവനിങ്ങിൽ ചർച്ച ചെയ്തതാണ്. അന്ന് പക്ഷേ ഈ പറയുന്നത് പോലെ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി കർഷകർ വയ്ക്കുന്ന വൈദ്യുത കെണിയിൽ അല്ലെങ്കിൽ വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ആളുകൾ മരിച്ച സംഭവമായിരുന്നു. 2 പേരാണെന്ന് മരിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അവിടെ ആ ഉടമസ്ഥൻ അവരുടെ മൃതദേഹം മറവ് ചെയ്യാൻ ഒക്കെയുള്ള തരത്തിലേക്ക് അനധികൃതമായി ചില പ്രവൃത്തികൾ കാണിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളിടത്ത് അത് വലിയ വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്ത സംഭവമാണ്. അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ കർഷകർ വൈദ്യുതി വേലി സ്ഥാപിക്കേണ്ടി വരുന്നത് എന്നതൊക്കെ. അത് പക്ഷേ ഈ അവരുടെ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ പൂർണ്ണമായും അതല്ല എന്നുള്ളിടത്ത് എത്രത്തോളം ഗൗരവതരമാണ് ഈ സംഭവം? ഇത് കാട്ടുപന്നി ഇറച്ചിക്ക് വേണ്ടി, അത് കച്ചവടത്തിന് വേണ്ടി അനധികൃതമായി ഒരാൾ ചെയ്തതാണ്. അവിടെയാണ് ഒരു പിഞ്ചു ജീവൻ പൊലിഞ്ഞത്. ശ്രീ ഡിജോ കാപ്പൻ. എന്തായാലും നിലമ്പൂരുണ്ടായ ഈ സംഭവം കേരളം മനസാക്ഷിയെ സത്യത്തിൽ ഭയങ്കരമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. 15 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയാണ്. വരുന്ന കാലങ്ങളിൽ നമ്മളെയൊക്കെ നയിക്കേണ്ട അല്ലെങ്കിൽ ആ കുടുംബത്തിന് നേതൃത്വം കൊടുക്കേണ്ട കുട്ടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് നഷ്ടപ്പെടാൻ കാരണം ഒരാൾ ഈ പറഞ്ഞതുപോലെ അന്യായമായി മൃഗങ്ങളെ വേട്ടയാടി ആ ഇറച്ചി വിറ്റ് പണം സമ്പാദിക്കുക. പലതരത്തിലാണ്. ഒന്ന്, ASEBയുടെ വൈദ്യുതി മോഷ്ടിച്ചു.
2 നിയമപരമല്ലാത്ത നിലയിൽ കാട്ടുപന്നിയെ കൊല്ലുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കള്ളച്ചാരായം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നാട്ടിൽ സർക്കാർ കൊടുക്കുന്ന സാധനത്തിന് വലിയ വിലയുണ്ടാകുകയോ സ്കേഴ്സിറ്റി ഉണ്ടാകുകയോ ചെയ്യുമ്പോഴാണ്. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള ഇവിടുത്തെ ഒരു നിയമം എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാട്ടുപന്നിയെ വെടിവെച്ചാൽ അത് പെർമിഷൻ ചോദിക്കണമെന്നാണ് പറയുന്നത്, കാട്ടുപന്നിയോട് തന്നെ. ഇത് വായിച്ചാൽ നമുക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇനി എങ്ങനെയാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവർ കൂടി ഈ പന്നിയെ വെടിവെച്ചാൽ ആ വെടിവെക്കുന്ന പന്നിയുടെ ഇറച്ചി അത് കുഴിച്ചിടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പരിസ്ഥിതിക്കാരൊക്കെ വലിയ ഇവിടെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് വീരം വാദിക്കുമല്ലോ. പക്ഷേ അത് 3 അടി താഴ്ച കുഴിയെടുത്തിട്ട് ഇവിടെ നാട്ടിൽ കിട്ടാനില്ലാത്ത മണ്ണെണ്ണ വാങ്ങിച്ചിട്ടേ ഇതിനെ കത്തിക്കാവുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി പൊല്യൂഷൻ എത്രയാ? അതേസമയം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ ഈ ഇറച്ചി അവിടെ ലേലം ചെയ്യണം. ലേലം ചെയ്തിട്ട് ആവശ്യക്കാർക്ക് ഇത് വിൽക്കാൻ അനുവാദം കൊടുക്കണം. വേണ്ടെങ്കിൽ ഗവൺമെന്റിന് എടുക്കാം. കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിലെ വിവിധ മൃഗശാലകളിൽ ആ മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി 41 കോടി രൂപയുടെ ഇറച്ചിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഇറച്ചി ഉപയോഗിക്കാമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മുടെ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു. അതിനെപ്പോലും ദേശീയ മൃഗത്തിനെ പോലും എണ്ണം വർദ്ധിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിനെ കൊല്ലാനും അത് മാർക്കറ്റിൽ വെച്ച് വിൽക്കാനും ഭക്ഷിക്കാനുമുള്ള നിയമമുണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ സമൂഹത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പോലെ അല്ലെ പൊല്യൂഷൻ വരുന്നത് പോലെ ഇതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം എന്നൊക്കെ പറയുന്ന വളരെ തെറ്റായ ഒരു നിയമ വ്യാഖ്യാനം. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞു, ഞാൻ TV കണ്ടു, എനിക്ക് വളരെ ദുഃഖം തോന്നി. ഒന്നെങ്കിൽ അദ്ദേഹത്തിനൊക്കെ അൾഷിമേഴ്സ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വനം മന്ത്രി എന്ന നിലയിൽ ആ പേരിനോട് ചേർന്ന് തന്നെ അദ്ദേഹം വനത്തിൽ തന്നെ താമസിക്കേണ്ട ആളാ. ഇത്രയൊരു സംസ്കാരമില്ലാതെ ഈ സമയത്തും മറ്റും ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആലോചിച്ച് ചെയ്തതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷിയെ തന്നെ കേരളത്തിൽ നിന്ന് വനത്തിൽ താമസിക്കുമ്പോൾ സംസ്കാരമില്ലാത്തത് നമ്മൾ പറയാൻ പാടില്ല. ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പൊ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒക്കെ ആളുകൾ എത്രയോ പേർ വനത്തിലൊക്കെ താമസിക്കുന്ന, വനത്തിനോട് ചേർന്ന് താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. താമസിച്ചായിരുന്ന നിങ്ങൾക്ക് വേഗം ചെന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയല്ലായിരുന്നല്ലോ. കുറച്ച് ആലോചിച്ചാലും ചെയ്തേനെ. വനത്തിലുള്ള ആന പോലും, നമ്മൾ ആ വയനാട്ടിലെ ആന ഓർത്ത് നോക്കിക്കേ, ഒരു സ്ത്രീ രാത്രി ഒറ്റപ്പെട്ടു പോയിട്ട് ആന അതിന് കാവല് നിന്നു. ഏതാ നമ്മളെ ഒത്തിരി ആളുകളെ ആന ചവിട്ടിക്കൊല്ലുന്നൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ആളുകൾ അത്രയും പോലും മനസാക്ഷി ഇല്ലാത്ത നിലയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കുക. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു നേട്ടം ഉണ്ടായിക്കാണും. അതായത് 2016 മെയ് 16 കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ്. ആ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ 2016 ഏപ്രിൽ 28 തീയതിയാണ് ജിഷ എന്ന് പറയുന്ന പെരുമ്പാവൂരെ പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ എൻ്റെ അമ്മ കണ്ടെത്തുന്നത്. കേരളം മുഴുവൻ, കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിൽ എന്തായിരുന്നു ബഹളം? ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യാൻ വൈകിയെന്നും പറഞ്ഞ, അല്ലാതെ അറസ്റ്റ് ചെയ്തില്ലെന്നും പറഞ്ഞല്ല. അപ്പൊ അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഇതുപോലത്തെ ചിന്തകളായിരിക്കും. അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നേട്ടം കിട്ടിയല്ലോ, അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷം ബോധപൂർവം തങ്ങൾക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് തോന്നുന്നു, തോന്നി അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം വനത്തിൽ പോയി താമസിക്കേണ്ടതാണ്. അല്ലാതെ ആദിവാസികളുടെയൊക്കെ ഒരു നല്ല മനസ്സുള്ള ആദിവാസികളെ പോലെ ഉള്ള ഒരു മനസ്സുള്ള ഉടമയാണെ പുള്ളി ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പറയലായിരുന്നു. ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത് അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ ഒരു കാരണവശാലും, അയാൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളാണല്ലോ, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണഘടന ഉറപ്പ് അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നയാളാ. ഞങ്ങൾ എന്തിനാ അദ്ദേഹത്തെ കേരളത്തിലെ വനം മന്ത്രിയാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാനാ. കേരളത്തിലെ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ രാത്രി കിടന്നുറങ്ങുന്നത് രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് കൊച്ചുങ്ങളെ കാണാൻ പറ്റുമോ, മാതാപിതാക്കളെ പറ്റുമോ, ബന്ധുക്കളുടെ കല്യാണത്തിന് പോകാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാതെയാ. ഏത് സമയത്തും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പം ഇങ്ങനെ വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും മറ്റും ഇങ്ങനെ സംസാരിക്കുന്നയാള് ഒരു കാരണവശാലും. താങ്കളോട് ചോദിച്ച ചോദ്യം ശ്രീ ഡിജോ കാപ്പൻ ഈ അനധികൃത വൈദ്യുതി മോഷണവുമായി ബന്ധപ്പെട്ടാണ്. അനധികൃതമായി നടത്തുന്ന വൈദ്യുതി മോഷണത്തെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ റെജി ജോസഫ്, താങ്കൾ വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ഇപ്പോൾ കുറച്ച് കൂടുതൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾ കൂടിയാണ് താങ്കൾ. ഇന്ന് MP ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കുറിച്ചുമൊക്കെ. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപായി ഇത് സർക്കാർ സ്പോൺസേർഡ് മർഡർ എന്ന് തുടക്കത്തിൽ തന്നെ ഒരു വിശേഷണം വന്നല്ലോ. അത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്.
അതേത് സാഹചര്യത്തിലാണ് ഇവിടെ സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന് പറയേണ്ടുന്ന സാഹചര്യമാണോ ഉള്ളത് റെജി ജോസഫ്? നമുക്കറിയാം, ഇത് നിലമ്പൂർ മേഖലയിൽ അല്ലെ കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിത്യേന എന്നോണം നമ്മൾ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മനുഷ്യന്മാർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ തന്നെ കേരളം നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത് ചർച്ച ചെയ്തു, നിലമ്പൂരിനടുത്ത് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും ആ നരഭോജി കടുവയെ പിടിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഇവിടെ ഇന്നലെ 5 കുട്ടികൾ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി, ഇന്നലെ പെരുന്നാൾ കൂടിയാണ്, അപ്പോൾ ആ വീട്ടിലേക്ക് വിരുന്ന് വന്ന ബന്ധുക്കളടക്കം ആ പ്രദേശവാസികൾ അവിടെ ചിരപരിചിതരായ അവിടെ കളിച്ച് വളർന്ന ഈ 5 കുട്ടികൾ അവർ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റാരോ പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ച കെണിയിൽ ഈ കുട്ടികൾ അകപ്പെടുന്നു, അവർ മരണപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരന്തര സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇവിടെയുള്ള പഞ്ചായത്ത് പ്രതിനിധികളും അവിടെയുള്ള തദ്ദേശവാസികളും ഈ പറയുന്ന വനം വകുപ്പിനെയും പോലീസിനെയും KSEBയും ഒക്കെ ഇത്തരത്തിലുള്ള അപകട സാധ്യത വളരെ മുൻകൂട്ടി പറഞ്ഞതാണ്. പക്ഷെ അതിനൊന്നും ഒരു മുൻകരുതലോ ഒരു ജാഗ്രതയോ ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ എടുക്കാത്തത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അധികാരികൾ വേണ്ടത്ര ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്ന മറ്റൊരു ദുരന്തമാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇന്ന് നമുക്കൊരു ഭാഗ്യം കൊണ്ടാണ് മറ്റ് 4 കുട്ടികൾ അതിൽ രക്ഷപ്പെട്ടത്. ഞാനതിൽ അപകടത്തിൽപ്പെട്ട മറ്റു കുട്ടിയോട് SH ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. ഞാൻ 1 മുതൽ 7 വരെ ഞാൻ അധ്യാപകനായിട്ടുള്ള RMA UP സ്കൂളിൽ അധ്യാപകൻ കൂടിയാണ്. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഈ അനന്തു. അതുപോലെ തന്നെ ഞാൻ ഈ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയോട് ഇന്നലെ ഈ കുട്ടിയോട് ICUവിൽ കിടന്ന കുട്ടിയോട് ഞാൻ തന്നെ നേരിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പം അവൻ പറഞ്ഞത്, ഞാൻ ഈ കുട്ടിയുടെ അപകടം കണ്ടപ്പോൾ പെട്ടെന്ന് പിടിക്കാൻ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവനെ പിടിക്കാൻ ചെന്നപ്പോൾ പിന്നെ പിടിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ സാറേ, എനിക്ക് മറ്റൊന്നും ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗ്യത്തിൻ്റെ അകമ്പടി ഉള്ളത് കൊണ്ടാണ് മറ്റ് 4 കുട്ടികളുടെ ജീവന് ഹാനിയില്ലെന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഏജൻസികളുടെ വകുപ്പുകളുടെ അലംഭാവം ഉണ്ടാകുമ്പോൾ അതിനെ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതെ, ഇപ്പൊ ഇവിടെ പക്ഷേ ഇത് കൃഷിയിൽ നിന്ന് കൃഷിയെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വച്ച കെണിയല്ലല്ലോ. ഈ വിനീഷ് എന്ന് പറയുന്ന പ്രതി എന്തിനു വേണ്ടി വച്ച കെണിയാണ് റെജി ജോസഫ് ഇത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ നമ്മുടെ വഴിക്കടവ് മേഖലയിൽ, നമുക്കറിയാം വഴിക്കടവ് മേഖല 23 വാർഡുകളുള്ള ഒരു വലിയ പഞ്ചായത്ത്, 17 വാർഡുകളും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു പഞ്ചായത്താണ്. നിങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് രാവിലെ മുതൽ തന്നെ നിങ്ങളുടെ പ്രതിനിധികൾ ഈ പരിസരത്തുണ്ട്. ഇന്നലെ വൈകുന്നേരം രാത്രി മുതൽ തന്നെ ആ ഭാഗത്തുണ്ട്. ഇന്ന് ഈ ദുരന്തം നടന്ന ഈ വീട്ടിലേക്ക് ഫോറസ്റ്റിനുള്ളിൽ കൂടി വേണം ഈ ആളുകൾക്ക് കടന്നു വരാൻ. അപ്പോൾ ഇത്തരത്തിൽ ഈ കാട്ടുപന്നി വേട്ട അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്, അതിനുള്ള പരിഹാര നടപടികൾ എടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അധികൃതർ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ എൻ്റെ വാർഡിനോട് ചേർന്ന് കിടക്കുന്ന 8ാം വാർഡ്, കാരക്കോട് 8ാം വാർഡിൽ ഒരു 6 മാസത്തോളമായി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു തെങ്ങുകയറ്റ തൊഴിലാളി കുഞ്ഞുകുട്ടൻ, അദ്ദേഹം രാവിലെ 6:30-7 മണിക്ക് ഷോക്കേറ്റ് മരിക്കുക. അത് ജനവാസ മേഖലയിലായിരുന്നു. നിരവധി വീടുകൾ, തൊട്ടടുത്ത് വീടുകളുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ഷോക്കേറ്റ് മരിക്കുകയാണ്. അവിടെ അന്നുമൊക്കെ ഈ ആളുകൾ ഇത്തരം ഈ പറഞ്ഞ പ്രതിയെക്കുറിച്ച് ചില സൂചനകൾ നൽകിയിരുന്നു. പക്ഷെ അന്നൊന്നും ഈ പറയുന്ന പോലീസോ ഈ പറയുന്ന വനം വകുപ്പോ ഈ പറയുന്ന KSEBയോ തക്കതായ നടപടിയെടുത്ത് ഈ പ്രതികളെ കൃത്യമായി അതിൽ വലയിലാക്കി അതിൻ്റെ ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അല്ല, ഇതിലിപ്പോൾ ഈ പഞ്ചായത്തിന് ഇതിൽ ഒരു റോളും ഇല്ല എന്നാണോ? പ്രത്യേകിച്ച് ഈ പന്നിയുടെ കാര്യത്തിലൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ടല്ലോ. അതെങ്ങനെയാണ് വഴിക്കടവ് പഞ്ചായത്ത് ഉപയോഗിക്കുന്നത് റെജി ജോസഫ്? നമ്മൾ മനസ്സിലാക്കണം, ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, ഒരു സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്. ഈ ത്രിതല പഞ്ചായത്തുകളുടെ ഏറ്റവും താഴെയുള്ള ശ്രേണിയാണ് വഴിക്കടവ് പഞ്ചായത്ത്. ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിന് പന്നികളെ വെടിവെക്കാനുള്ള അനുമതി സർക്കാർ തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ അടിസ്ഥാനത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ 4 ഷൂട്ടർമാരാണ് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിരുന്നത്. അതിൽ 4 പേർക്കും നമ്മൾ ലൈസൻസ് അനുവദിച്ചു. അതിൽ ഒരാൾ മരണപ്പെട്ടു. ബാക്കി 3 ആളുകൾക്കാണ് ലൈസൻസ് കയ്യിലുള്ളത്. ആ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 107 പന്നികളെ നമ്മൾ ഇതിനകം വഴിക്കടവ് പഞ്ചായത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാർഡിൽ തന്നെ 9ാം വാർഡിൽ തന്നെ 27 പന്നികളെ ഈ കാലത്തിനുള്ളിൽ നമുക്ക് വെടിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിനെ കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാട്ടുപന്നികളെ വേട്ടയാടുന്ന പ്രവർത്തനങ്ങളുമായി വഴിക്കടവ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതെ, അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. എന്താണ് ഇത് സർക്കാർ സ്പോൺസേഡ് എന്ന് പറയാൻ എന്താണത്, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സ്പെസിഫിക് ആയി എന്താണ് ഇവിടെ, എവിടെ പിഴവ് വന്നു?
എവിടെ പിഴവ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ടർമാർ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അത് പൂർണ്ണമായും ഒരു മുൻപ് ജനവാസ മേഖലയായിരുന്നു. ഈ വന്യമൃഗ ശല്യം കാരണമാണ് ഈ പറയുന്ന മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയത്. സ്വാഭാവികമായും അവിടെ ഈ പറയുന്ന നമ്മുടെ കേബിൾ അവിടെ ഉണ്ട്, ഇൻസുലേറ്റ് ചെയ്ത കേബിൾ ഉണ്ട്. ഞാൻ ഇന്ന് പരിസരവാസികളിൽ നിന്ന് മനസ്സിലാക്കിയത് ഏകദേശം 700 മീറ്റർ കൂടി ആ കേബിൾ വലിക്കുകയായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഒഴിവാക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ 700 മീറ്ററോളമാണ് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള കണ്ടക്ടർ അവിടെ ഉള്ളത്. നിരവധി തവണ അവിടെ പ്രദേശവാസികൾ, ഞാനിന്ന് അവിടെ ഒരുപാട് പ്രദേശവാസികളോട് സംസാരിച്ചു. അവർ KSBയോട് നിരന്തരം പറഞ്ഞു, പല റീച്ചുകളിലായി ഏകദേശം 700 മീറ്ററോളം ഈ കേബിൾ വലിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് കാരണം അത് പറയാൻ കാരണം ജനവാസ മേഖലയിൽ അല്ല ഇവർ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുക. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒറ്റപ്പെട്ട ആളുകളുമായി അധികം വ്യവഹാരമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവർക്ക് ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടാൻ അവർക്ക് കഴിയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ, പ്രദേശവാസികൾ ഇതിനു മുൻപ് തന്നെ KSB അധികാരികളോട് അത് പറഞ്ഞിട്ടുണ്ട്, പരാതിയായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ 700 മീറ്റർ ദൂരം കൂടി ഇവർ കേബിൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരന്തം ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും KSB പോലുള്ള അധികാരികൾ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത് സർക്കാർ സ്പോൺസേഡ് ഒരു ദുരന്തമായിട്ട് നമുക്ക് ചിത്രീകരിക്കേണ്ടി വരുന്നത്. അല്ല, ഇതിൽ നാട്ടുകാർ ഇങ്ങനെ ഒരു പരാതി അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് താങ്കൾ പറയുകയാണ്. പഞ്ചായത്ത് ഇവിടെ മുൻകൈ എടുത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളില്ലേ ശ്രീ റെജി? അതായത് ഇപ്പോൾ ഇത് ജീവന ഭീഷണിയാണ്, അനധികൃതമായി നടക്കുന്ന കാര്യമാണ്. അത് കൃത്യമായി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പഞ്ചായത്ത് അതിന് മുൻകൈ എടുത്തുകൊണ്ട് അത് തടയാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നില്ല എന്ന ചോദ്യം പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും വഴിക്കടവ് പഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 പദ്ധതിക്കാലത്തും വഴിക്കടവ് പഞ്ചായത്ത് ഒരു പുതിയ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തു. ഈ കാട്ടുപന്നികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി കർഷകർക്ക് ഫെൻസിങ് ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതി ഫണ്ട് നീക്കിവെക്കുകയും ആ പദ്ധതിയിൽ അപേക്ഷിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും നമുക്ക് കാട്ടുപന്നികളെ പ്രതിരോധിക്കുന്നതിനുള്ള ഫെൻസിങ്ങിന് ഫണ്ട് ഏർപ്പെടുത്തുകയും അത് വിനിയോഗിക്കുകയും ചെയ്തൊരു പഞ്ചായത്താണ്. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഫോറസ്റ്റ്, വിസ്തൃതമായൊരു ഫോറസ്റ്റ്, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ 10ാം വാർഡ് ആനമറിയിലെ ഡെപ്യൂട്ടി റേഞ്ചറുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന, ആനമറി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് CNG റോഡ് സ്ഥിതി ചെയ്യുന്ന ആ വാർഡ് 10ാം വാർഡാണ്. നിരന്തരം ഈ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസറുടെ മൂക്കിന് കീഴെ ദിവസേന എന്നോണം ആനകൾ സ്വൈര്യവിഹാരം നടത്തുന്ന പ്രദേശമാണ്. അവിടെ ഒരു ഹാങ്ങിങ് ഫെൻസിങ് ഏർപ്പെടുത്തിയിരുന്നു. 600 മീറ്ററും കൂടി ഹാങ്ങിങ് ഫെൻസിങ് ഇട്ടാൽ ആ മേഖല പൂർണ്ണമായും ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന്, കാട്ടാനയുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അവിടുത്തെ വാർഡ് മെമ്പറും 10ാം വാർഡിൻ്റെ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ സിന്ധു രാജൻ അവിടുത്തെ മുഴുവൻ ആളുകളുടെയും, അത് രാഷ്ട്രീയമൊന്നുമില്ല, അവിടുത്തെ മുഴുവൻ ആളുകളുടെയും നേതൃത്വത്തിൽ ഒരു ഒപ്പുശേഖരണം നടത്തി ബഹുമാനപ്പെട്ട DFOയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റേഞ്ചർ അടക്കമുള്ള ആളുകൾക്ക് സമർപ്പിച്ച് അത് കോൺട്രാക്ടർ എടുത്ത ആൾ പറയുകയാണ്, ഇവരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ ഈ 600 മീറ്റർ കൂടി ഫെൻസിങ് ഇടാൻ ഞാൻ തയ്യാറാണ്, അതിനുള്ള വകുപ്പ് അതിനകത്തുണ്ട്, നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവരിത് ചെയ്തത്. പക്ഷേ 600 മീറ്റർ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കൺസെന്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മേഖലയും കൂടി ഫെൻസിങ് ഇടാമെന്ന് പറഞ്ഞിട്ട് അതിന് നേരെ മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് അവിടെ ഈ പറയുന്ന വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ആരുടെ പക്ഷത്താ? പഞ്ചായത്ത് പരാതി കൊടുത്തില്ലേ? മെമ്പർ പരാതി കൊടുത്തില്ലേ? അവിടുത്തെ ജനങ്ങൾ പരാതി കൊടുത്തിട്ടില്ലേ? ഇവിടെ വനംവകുപ്പ് മന്ത്രി കേരളയിൽ വന്നപ്പോൾ ആ വനംവകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ ഈ വിഷയം ആവശ്യപ്പെട്ടതല്ലേ? ഇനി ഒരു പഞ്ചായത്ത് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? സർക്കാരിന് ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം മുൻപ് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിന് നടപടിയെടുക്കേണ്ട ഒരു വനം വകുപ്പ് മന്ത്രി, നടപടിയെടുക്കേണ്ട ഒരു വനം വകുപ്പ്, ആ വനം വകുപ്പ് നടപടിയെടുക്കേണ്ട ഒരു സംസ്ഥാന ഗവൺമെന്റ് അവർ ഉചിതമായ നടപടിയെടുക്കാതെ ഏറ്റവും താഴെ തട്ടിലുള്ള പഞ്ചായത്തിന് മുകളിലേക്ക് ഇത് കെട്ടിവെക്കുന്നതിന്റെ ഒരു ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇവരാരിൽ നിന്നാണ് ഒളിച്ചോടുന്നത്? ഇത് കേരളത്തിലെ സാമാന്യ ജനത്തിന് മനസ്സിലാവില്ലേ? അല്ല, അപ്പോഴും താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ചോദ്യം ശ്രീ റെജി ജോസഫ്, ഇവിടെ ഈ പ്രതി ചെയ്തത് എന്താണ്? ഇതൊരു കർഷകൻ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ അയാൾക്ക് മറ്റു മാർഗമില്ല, അയാൾ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയാം. പക്ഷേ ഇവിടെ ഈ പ്രതി ചെയ്തിരിക്കുന്നത് എന്താണ്? അനധികൃതമായി അയാൾ വൈദ്യുതി മോഷ്ടിക്കുകയാണ്. അയാൾ കാട്ടുപന്നി ഇറച്ചിക്ക് വേണ്ടി, അത് കച്ചവടം നടത്താൻ വേണ്ടി, കിലോയ്ക്ക് 200-300 രൂപയ്ക്കൊക്കെ വിൽപ്പന നടത്താൻ വേണ്ടി ഇത് മുൻപും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്യുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും ആ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇത്തരത്തിൽ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്
ശ്രീ ജെയിംസ് തോട്ടപ്പള്ളി എന്ന വ്യക്തി, അദ്ദേഹമായിട്ട് ഞാനിപ്പോൾ കുട്ടിയുടെ ഈ ശവസംസ്കാരം കഴിഞ്ഞ് ഞാൻ സംസാരിക്കാനിടയായി. അദ്ദേഹം എൻ്റെ വാർഡിലെ ഒരു അംഗമാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന എൻ്റെ വാർഡിൽ ഉൾപ്പെട്ട മേലെ വെള്ളക്കെട്ട ഭാഗത്ത് അദ്ദേഹത്തിന് തോട്ടമുണ്ട്. അദ്ദേഹം 3 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പോകുമ്പം ഇതുപോലെ ഈ വൈദ്യുതി ലൈനിൽ നിന്ന് വൈദ്യുതി നേരിട്ട് പ്രവഹിപ്പിച്ച് മീൻ പിടിക്കാനും അതുപോലെ തന്നെ പുഴയോട് ചേർന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ പന്നിവേട്ടയ്ക്കും ഉപയോഗിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് സംശയം തോന്നിയപ്പോൾ വഴിക്കടവ് സ്റ്റേഷനിൽ അദ്ദേഹം റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തു. ആ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ പോലീസുകാർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പോലീസുകാരുടെ അന്വേഷണം കാണാഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടും തീർച്ചയായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തോട് ഇത് ചോദിക്കാവുന്നതാണ്. അപ്പം ജെയിംസ് തോട്ടപ്പള്ളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് ഈ കുട്ടിയുടെ ശവസംസ്കാരം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് മടങ്ങുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 2016 ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് സമയത്ത് വഴിക്കടവ് പഞ്ചായത്തിലെ ഇപ്പോൾ നിലവിലുള്ള 20-ാം വാർഡ് നായിക്ക നരിവാലമുണ്ടയിൽ അവിടെ ഇതുപോലെ ഒരു മാത്യു എന്ന് പറഞ്ഞ കർഷകൻ അവിടെ വൈദ്യുത ഈ ഷോക്കേറ്റ് മരണപ്പെടാൻ സാഹചര്യം ഉണ്ടായി. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. എന്ത് കോലാഹലമായിരുന്നു ആ ഇലക്ഷൻ സമയത്ത്. ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പരാജയത്തിന് ഒരു കാരണമായിട്ട് ഇവർ കൃത്യമായി ഈ രാഷ്ട്രീയത്തെ അവിടെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ആ പ്രതികളെ പിടിക്കും, ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. നാളിതുവരെ 9 വർഷം കഴിഞ്ഞല്ലോ. ഈ ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നത്? ഈ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന MLA അല്ലേ ഉണ്ടായിരുന്നത്? വനം വകുപ്പ് ഇവരുടെ കയ്യിലല്ലായിരുന്നോ? ആ മാത്യുവിന്റെ ഘാതകരെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഈ ഗവൺമെന്റിനോ ഈ സംവിധാനത്തിനോ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇവർ ആരോടാണ് മറുപടി പറയുന്നത്? ശരി, ഇപ്പോൾ ഇന്ന് രാവിലെ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് താങ്കളെക്കുറിച്ച് കൂടി ഉള്ളതാണ്. അതിനുള്ള താങ്കളുടെ വിശദീകരണം കൂടി എനിക്ക് അറിയേണ്ടതുണ്ട്. അതിനായി ഞാൻ താങ്കളിലേക്ക് എത്തും തിരികെ. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് കേൾക്കാമോ ഇപ്പോൾ? കേൾക്കാം. അതെ, അപ്പോൾ ഞാൻ ചോദിച്ചത് നേരത്തെ, ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊരു പരാമർശം, അത്തരമൊരു ഗൂഢാലോചന സിദ്ധാന്തവുമായി വന്നിരിക്കുകയാണ് വനം മന്ത്രി. നമ്മളോടാണ് ആദ്യമായി അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തി. അതിനുശേഷം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അതിനെ കുറച്ചുകൂടി ഊന്നി പറഞ്ഞ് മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൂടി അദ്ദേഹം പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് പാർട്ടി പോകുന്നത്? അനുജ്, അതിപ്പോ ഏതാണ്ട് വ്യക്തമായി. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ആ വാർഡിന് മെമ്പർ ആയിരിക്കുകയും ചെയ്യുന്ന ഈ റെജി ജോസഫ് ഇപ്പൊ ചർച്ചയിൽ പറഞ്ഞതിൽ നിന്ന് തന്നെ ഏകദേശം സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും ആ ആരോപണം വളരെ വ്യക്തമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ ആശ്ചര്യത്തോടെ കേട്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞത് മറ്റാരോ വെച്ച ഒരു ഇലക്ട്രിസിറ്റിയുടെ കെണിയിൽ തഴങ്ങി ആ കുട്ടി മരിച്ചു. 4 പേരിൽ 3 പേര് രക്ഷപ്പെട്ട ഭാഗ്യാന്ന് പറഞ്ഞു. ഈ മറ്റാരെന്ന് പറയുന്ന ആരാ? ഇദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്താ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. താനാണ് പ്രതി എന്ന്, കുറ്റവാളി എന്ന് അയാൾ സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ പറയാം മറ്റാരോ ആണെന്നുള്ളതോ? അത് തന്നെയുമല്ല, ഇദ്ദേഹത്തെ എന്തൊരു നിരുത്തരവാദപരമായി ഇത് ഇങ്ങനത്തെ ജനപ്രതിനിധിയൊക്കെയാണ് കേരളത്തിലെ വാർഡുകളിൽ ഭരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തായാലും ആട്ടെ. ഇദ്ദേഹം പറഞ്ഞെന്താ? ഇദ്ദേഹം ഇപ്പൊ പലരെയും കുറ്റപ്പെടുത്തിയല്ലോ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിന് അധികാരം കൊടുത്തിരിക്കുകയാണ് പന്നികളെ വെടിവെച്ചു കൊല്ലാൻ. 4 ഷൂട്ടേഴ്സിനെ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചെയ്തില്ല? ഇയാളുടെ സുഹൃത്ത് ഈ പണി ചെയ്യുമ്പോൾ അയാളുടെ സുഹൃത്തിന്റെ പേര് പോലും ഇദ്ദേഹത്തിന് അറിയാമല്ലെന്ന് പറഞ്ഞത്. ഈ നിമിഷം അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ സാറിന് രാജിവെക്കണം. ഞാനും വാസവനാണെങ്കിൽ രാഷ്ട്രീയ ആരോപണത്തിനേക്കാളും കവിഞ്ഞൊരു ഗ്രാവിറ്റി അതിന് കൊടുത്തില്ല. കാരണം സ്വാഭാവികമാണ്. കാരണം ഇന്നലെ ഇവർ നടത്തിയ പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു. പക്ഷേ ഈ ചർച്ചയിൽ വളരെ ക്ലിയർ ക്രിസ്റ്റായിരിക്കുന്നു. നിലമ്പൂർ ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ? മറ്റാരോ വെച്ച കണിയിൽ നിന്ന് അനുജ ആവർത്തിച്ച് ചോദിച്ചിട്ട് മറ്റാരോ ഈ പ്രതിയുടെ പേര് പറയാനും ഇദ്ദേഹത്തിന്റെ വാർഡിൽ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാരന്റെ പേര് പറയാൻ ഇദ്ദേഹം മടിക്കുന്നത് എന്തുകൊണ്ടാ? ലജ്ജാകരം. ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് വളരെ വ്യക്തമല്ലേ? അത് തന്നെയുമല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. റെജി ലൂക്കോസ്, അതായത് പഞ്ചായത്തിനുള്ള അധികാരം അതെന്തുകൊണ്ടാണത് വിനിയോഗിക്കാത്തതെന്നുള്ള ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ഇതിനോടകം ചോദിച്ചു കഴിഞ്ഞു. മറ്റൊന്നിപ്പോൾ ഈ പഞ്ചായത്ത് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല. KSEB-യുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ല, വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായി. അങ്ങനെ അടിമുടി വീഴ്ച എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയത്. അല്ല, അതങ്ങനെ പറയും. കാരണം 15 വയസ്സുള്ള ഒരു ബാലൻ അനന്തു, ആ കുഞ്ഞിനെ കുറിച്ച് ആ സ്കൂളിലെ അധ്യാപകർ പറഞ്ഞപ്പോൾ ഒരു ടീച്ചറിന് സംസാരിക്കാൻ മേലായിപ്പോയി. നമ്മളിലൊക്കെ മനുഷ്യരുണ്ട്. എനിക്കും ഉണ്ടൊരു മോൻ, ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ഡിജോ കാപ്പനുണ്ട് മക്കള്. ആ കുട്ടി എന്ന് പറയുന്ന നാടിന്റെ ഒരു വാത്സല്യമായിരുന്നു. ആ മാതാപിതാക്കളുടെ ഏറ്റവും പെറ്റായ ഒരു കുട്ടി, സ്കൂളിന്റെ ഗായക സംഘത്തിൽ എല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച പുതിയ തലമുറയ്ക്ക് മാതൃകയായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന്റെ മരണത്തെ കുറിച്ച് ആദ്യമായിട്ട് നാട്ടിൽ വെടിപൊട്ടിച്ച് ആഘോഷിച്ചത് ഈ ചർച്ചയിലിരിക്കുന്ന ഈ മനുഷ്യരാ. ഇന്നലെ ഇദ്ദേഹത്തിനോടൊക്കെ പൊറുക്കാൻ പറ്റുമോ കേരളീയ സമൂഹം? ഇദ്ദേഹമാണ് അവിടെ ആദ്യം തന്നെ പ്രകടനം നയിച്ചത്. ഇനി വേറെ കേൾക്കണോ? ആ കുഞ്ഞിന്റെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിന്റെ മരണം ആഘോഷിച്ച
ഇവരെ പോലുള്ള മൃഗീയ മാനസികാവസ്ഥ ഉള്ളവര് ഈ സമൂഹത്തിനോട് മറുപടി പറയണം. ഞാൻ രോഷത്തോടെ പറയണേ, വഴിക്കടവിലും നിലമ്പൂരിൽ അറിയുന്നതിന് മുമ്പ് ഈ മരണം മലപ്പുറത്ത് ആഘോഷിച്ചു, പ്രകടനം നയിച്ചു, അവിടെ കൂറ്റം പ്രകടനം നയിച്ചു, രാത്രി ഫ്ലെക്സുകളെല്ലാം ഒട്ടിച്ചു സ്ഥാനാർത്ഥിയുടെ, ആരുടെ, ഇവരുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ. രാഷ്ട്രീയം എന്തുമായിട്ട് സുഹൃത്തെ, നമ്മളൊരു കുഞ്ഞു നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ഉണ്ടല്ലോ, അത് ആ മാതാപിതാക്കൾക്കും ഇന്ന് അവിടെ കരഞ്ഞവർക്കും അറിയത്തുള്ളൂ. താങ്കളെ പോലുള്ള അതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റുപോയത് അറിയോ? സങ്കടമുണ്ട്. നിങ്ങളെ പോലുള്ള ഒരാൾ, താങ്കൾക്ക് ആ പദവിയിൽ ഇരിക്കാൻ ഒരു ദിവസം പോലും യോഗ്യതയില്ല. ഇല്ലെങ്കിൽ ആ പഞ്ചായത്ത് വാർഡിലെ, ഞാൻ താങ്കളെ ഒരു കുറ്റവാളിയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതെ, അപ്പോ ഇതിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇനി ഒരു ചെറിയ മറുപടി, എന്തുകൊണ്ട് ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞിരിക്കുന്നു റെജി ലൂക്കോസ്? മറ്റാരോ വെച്ചത് കമ്പിന്ന്, മറ്റാരോ എന്നുള്ള ആളുടെ പേര് ഈ മനുഷ്യൻ അറിയുന്നില്ലേ? നിങ്ങളൊക്കെയാണ് ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് ഉത്തരവാദിത്തമില്ല. ഞാൻ പറഞ്ഞ ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണം. ഒരു സംശയമില്ല. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിച്ചാലും ചർച്ചയായിരുന്നത്, ഒരു കുഞ്ഞാ കൊന്നിരിക്കുന്നേ, നിങ്ങൾ ആഘോഷിച്ചിരുന്നില്ല അവിടെ എല്ലാം. അപ്പൊ നിങ്ങളിൽ സംശയമുണ്ട്, രാഷ്ട്രീയ മുതലെടുപ്പാണോ എന്നുള്ളതും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ആരോപിച്ചാൽ എന്താ കുറ്റം പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഇതിനെ കാണിച്ച പേക്കൂത്തുകൾ എന്തൊക്കെയാ? നിങ്ങളുടെ നേതാവ് അറിയില്ലേ ഇത് ഗവൺമെന്റ് സ്പോൺസേർഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിന്റെ മരണത്തെ, ആ മാതാപിതാക്കളുടെ വികാരത്തെ പോലെ ഒരു മിനിറ്റ് നിങ്ങൾ മാനിച്ചോ? പാർട്ടി ഏത് പോട്ടെ, രാഷ്ട്രീയത്തിനപ്പുറമായിട്ടൊരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് സുഹൃത്തെ. എനിക്ക് ലജ്ജ തോന്നുന്നു. നിങ്ങളുടെ വഴിക്കടവിലെ ആ വാർഡിലെ ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കണം, നിങ്ങൾ രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും ഈ ചർച്ചയില്. ശരി, നമുക്കൊപ്പം നാട്ടുകാരൻ വെള്ളക്കെട്ട നിവാസിയാണ് ശ്രീ സിനോജ് സി കൂടി ചേരുന്നുണ്ട്. സിനോജ്, വളരെ ദുഃഖകരമായൊരു സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, അതിനുശേഷം മീൻ പിടിക്കാൻ പോകുന്നു. ഞാൻ അറിഞ്ഞത് പ്രകാരം മൊബൈൽ ഫോണൊന്നും അധികം ഉപയോഗിക്കാത്ത ഒരു യുവതലമുറ, കുട്ടികളുടെ ഒരു തലമുറയുള്ള ഇടം കൂടിയാണ്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ കുട്ടികൾക്ക് ഇത്തരം അപകടമുണ്ടാകുന്നു, അതിൽ ഒരാളുടെ ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ സംഭവം ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. നിങ്ങളിതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാട്ടുപന്നി ശല്യമൊക്കെ രൂക്ഷമായ പ്രദേശമാണോ? ആ മേഖല മുഴുവൻ നമുക്കറിയാം വന്യമൃഗ ശല്യം ഉള്ളതാണ്. പക്ഷേ ഈ പ്രദേശം പ്രത്യേകിച്ച് നിങ്ങൾ വലിയ കെടുതി അനുഭവിക്കുന്ന ഇടമാണോ സിനോജ്? തീർച്ചയായിട്ടും ഇന്നലെ വളരെ ദാരുണീയമായ ഒരു അപകടമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ചുറ്റുഭാഗം ഫോറസ്റ്റായിൽ തിങ്ങി നടക്കുന്ന ഒരു ഏരിയയാണ് ഈ വഴിക്കടവ് വെള്ളക്കെട്ട ഈ പ്രദേശം. അവിടെ ഈ മാഡം പറഞ്ഞതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന കുട്ടികളാണ് ആ ഭാഗങ്ങളിലുള്ള കുട്ടികൾ. അവരെപ്പോഴും പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ഞാനടക്കം അതിലങ്ങനെ തന്നെയായിരുന്നു. കാരണം ഞാനൊക്കെ ഈ വനത്തിനോട് ചേർന്നായിരുന്നു നമ്മുടെ ഒരു 25-30 വയസ്സ് വരെയും ജീവിച്ചത്. മൃഗശല്യം വളരെയധികം കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ അപകടം നടന്ന ആ കുട്ടിയുടെ അച്ഛനും ഞാനൊക്കെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ. അദ്ദേഹത്തിൻ്റെ മകന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് എല്ലാ നാടുകളിലുള്ള വലിയ പ്രശ്നം. ഫോറസ്റ്റ് ഏരിയയായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ വന്യമൃഗ ശല്യം ഒരുപാടുണ്ട്. അതിന് ഒരു നിലയ്ക്കും തടയാൻ കഴിയുന്നില്ല. വനം വകുപ്പിൻ്റെ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ഫെൻസിങ് ഒരു ലൈൻ അതിലിട്ട് പോകും. പിന്നെ ആ വഴിക്ക് അവർ തിരിഞ്ഞു നോക്കില്ല. അത് പന്നി ഒരൊറ്റ ഓട്ടത്തിന് ഓടിയാൽ ഒന്നുകിൽ ആ ലൈൻ പൊട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിൽ കുറ്റിച്ചെടികൾ വളർന്ന് അതിൽ കൂടിയൊക്കെ പറ്റി പിടിച്ച് അതിൻ്റെ എർത്തിങ്ങിൻ്റെ ആ ശക്തി കുറയും. അല്ലെങ്കിൽ വല്ല മരക്കൊമ്പ്, അതല്ലെങ്കിൽ അടുത്ത നാട്ടുകാർ ചിലപ്പോൾ കന്നുകാലികളെ കയറ്റി അങ്ങനെയൊക്കെ ലൈൻ പൊട്ടും. അങ്ങനെ പൊട്ടുമ്പോൾ ഈ മൃഗങ്ങൾ ഈ നമ്മൾ സാധാരണക്കാർ കർഷകരെ തിങ്ങി ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും 4-5 ഏക്കർ സ്ഥലം, അതിൽ വാഴ, തെങ്ങ്, അതുപോലെ മറ്റു പച്ചക്കറികൾ, കപ്പ ഒക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണ്. അവർക്കത് കിട്ടിയിട്ട് വേണം അവരുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അത് ഈ നിലയ്ക്ക് ഈ ആനയായിട്ടും പന്നിയായിട്ടും ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്യുമ്പോൾ അതിനൊരു ഫെൻസിങ് സംവിധാനം വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കർഷകർക്ക് ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ ചില ആളുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, അതെന്തെങ്കിലുമൊക്കെ അപകടങ്ങളിൽ പോയി പെടുകയും ചെയ്യും. നമുക്കൊക്കെ അറിയുന്ന കാര്യം. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ അപ്പം എവിടെ നിന്നൊക്കെയാണോ ഈ ഉദ്യോഗസ്ഥന്മാരും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇറങ്ങി വരിക നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ വയ്യ. അല്ല, അപ്പോൾ അതിനവർക്ക് റോഡ് വേണ്ട. ഇപ്പോൾ ഇന്ന് നമുക്കറിയാലോ, ആ സുരേഷിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഭാഗം അവിടെ വന്ന ചാനലുകാർക്ക് മുഴുവനും അറിയാം എങ്ങനെയാണ് ആ കുട്ടിയുടെ ആ മൃതശരീരം ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്. എന്റെ ചോദ്യം ഇതില് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രശ്നം ഒരാൾ അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് ഇറച്ചിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ് അല്ലേ?
അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ സംഭവത്തെ കാണുന്നത്? അത് തന്നെ പറയുന്നു മാഡം. അതാ ഞാൻ പറയുന്നത്, അവസരങ്ങളാണ് അതിലുണ്ടാകുന്നത്. ഈ മൃഗങ്ങൾ ഈ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ മാംസത്തിന് വേണ്ടിയിട്ടും കച്ചവടത്തിനായിട്ടും കൃഷി വിളവ് സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടി പല രീതിയിലും പല ഉപായങ്ങളും ആളുകൾ ചെയ്യും. അതിൽ ഈ നിരപരാധികളാണ് വന്ന് പെട്ടുപോകുന്നത്. അപ്പോൾ അതിന് സംവിധാനം എന്താ? ഫെൻസിങ് ലൈൻ വളരെ കൃത്യമായിട്ട് നോക്കുക. ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ടല്ലോ. നമ്മുടെ പട്ടാളക്കാർ മറ്റേ അതിർത്തിയിൽ പോയി രാവും പകലും ഉറക്കമൊഴിച്ച് നമ്മളെ വേണ്ടി സംരക്ഷിക്കുന്നുണ്ടല്ലോ. ഈ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്നില്ല, ജനങ്ങളെ സംരക്ഷിക്കുന്നില്ല? ഇവർ പട്ടണത്തിലൊരു ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി അവിടെ ഇരുന്നാൽ മതിയോ? പോരാ. അവർ ദിവസം ഈ ലൈനിൽ കൂടെ ഇറങ്ങണം. ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണം? ഇതിലുള്ള അപാകതകൾ എന്താണ്, മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യങ്ങൾ എന്താണ്, ട്രെഞ്ച് കീറാലോ, ഈ ഫെൻസിങ് ലൈൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിക്കെട്ടാലോ, ഈ ജനങ്ങളെ കൃഷിയും ഈ ജനങ്ങൾ മാംസത്തിന് വേണ്ടിയും മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളൊക്കെ അവിടെ നിൽക്കില്ലേ? എന്തുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല? നമ്മൾ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഈ നിലയ്ക്ക് ഒരു ചർച്ചയും അത് കഴിഞ്ഞാൽ അതുപോലെ അത് എഴുതി തള്ളുന്ന ഒരു സിസ്റ്റം ഫോളോ അപ്പ് ഇല്ലാത്തതിൻ്റെ മെയിനാണ് ഈ കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ ഇവിടെ ഈ പ്രതി ഇതിനു മുൻപും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ളതിൽ നിങ്ങൾക്ക് ആ തരത്തിലേക്ക് എന്തെങ്കിലും അനുഭവമുണ്ടോ? ഇയാൾ സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നത്. മറ്റൊന്ന്, ഇതിൽ ഈ കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടിയാണ് ഇയാൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ വൈദ്യുതി മോഷണത്തെക്കുറിച്ച് നേരത്തെ തന്നെ നാട്ടുകാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു പരാതി അത് നിങ്ങൾ നൽകിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാഡം ഇതിൻ്റെ പിന്നാലെ ഈ പ്രതി മുന്നേ ഇതിലിടപെട്ടിട്ടുണ്ടോ? അത് വീണ്ടും ഇടപെടാനുള്ള സാഹചര്യങ്ങളുണ്ടോ? ഇതൊക്കെ എന്താണ്? ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയാണ്. ഇതില്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതെന്തായാലും ഉണ്ടാകും. നമ്മൾ പൊതുജനങ്ങളല്ലേ, അതിൽ ചില ആളുകൾ മാംസത്തിന് വേണ്ടി ചെയ്യും. ഈ പ്രതി എന്ന് പറയുന്ന ആൾ, ഞാൻ 15 വർഷമായിട്ട് വരും പോകും അങ്ങനെയായിരുന്നു. ഇതിൻ്റെ മുന്നേ കുറ്റകൃത്യം ചെയ്ത കാര്യമായിട്ട് എൻ്റെ അറിവിലില്ല. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഞാനിതിൽ നേരിട്ട് ഇയാളായിട്ട് അങ്ങനെ ആ സമ്പർക്കമുള്ള ആളല്ല. പേരെന്നെ ഞാനിപ്പോൾ ഇന്ന് വാർത്താ ചാനൽ കേൾക്കുമ്പോഴാണ് അയാളുടെ പേരറിയുന്നത്. ഇതിപ്പോൾ ഇയാൾ ഇത്തരത്തിൽ ഈ വൈദ്യുതി മോഷണത്തിൻ്റെ സാധ്യതകളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളതും അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഉപകരണങ്ങൾ ഉൾപ്പെടെ വയറും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് എന്നൊക്കെയുള്ളത്. ആ ഒരു പരാതി അത് നിങ്ങൾ നൽകിയിട്ടുണ്ടോ മുൻപ്? ഇല്ല, ഞാനായിട്ട് പരാതിയൊന്നും നൽകിയിട്ടില്ല. അവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ അവിടെ സംസാരിക്കുന്നത് കണ്ടു, പരാതി കൊടുത്തായിരുന്നു KCBയിൽ. ഇപ്പോൾ ഇന്ന് ആ അപകടം നടന്ന വീട്ടിൽ അതിൻ്റെ ചുറ്റുവട്ടം തന്നെ ലൈന് ഒരു കവുങ്ങ് വീണ് നിലം പതിഞ്ഞിട്ടാണ് കിടക്കുന്നത്. കറണ്ട് ചാർജ് മേടിക്കാൻ അവർ മാസം കറക്റ്റായിട്ട് വരും. 2 മാസം കൂടുമ്പോൾ കറക്റ്റായിട്ട് വരും. ഫ്യൂസ് ഊരാനും വരും. അതെ, അപ്പോൾ ഈ നാട്ടുകാർ പരാതിപ്പെട്ടിട്ട് KCB ആ കാര്യത്തിൽ എങ്ങനെയാണ് നടപടി എടുത്തിട്ടില്ല, KCB ആ വിഷയം ഗൗനിച്ചതേ ഇല്ല എന്നൊരു പരാതി നാട്ടുകാർക്കില്ല എന്നാണ് അവിടുന്ന് പറഞ്ഞ് ഞാനും കേട്ടത്. അതാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ KCBനെ വിളിച്ച് പറയും. ഈ റോഡ് സൈഡിൽ കൂടിയും അവർക്ക് വാഹനങ്ങൾ വരാൻ കഴിയുന്ന ഭാഗത്ത് അവർ വന്ന് ഉടനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ കൃഷിയിടങ്ങളിൽ കൂടി പോകുന്ന വൈദ്യുതി ലൈനിൻ്റെ അവിടേക്ക് എപ്പോഴും അവർ മാസത്തിലോ 1-2 പ്രാവശ്യം വന്ന് വല്ല മരങ്ങൾ വീണിട്ടുണ്ടോ, ലൈൻ എവിടെയും പൊട്ടി വീഴുന്നുണ്ടോ, അത് അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത അവർക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വനംവകുപ്പിനും അറിയാം ചുറ്റുപാടും കൃഷിയിടങ്ങളും കുട്ടികളും. അതുപോലെ റോഡ് ആ സൈഡിൽ കൂടിയാണ്. രാത്രിയൊക്കെ ബൈക്കിലും വണ്ടിയിലൊക്കെ ആളുകൾ പോകുന്നു, ബൈക്കിടിച്ച് വീഴുന്നു, അപകടങ്ങൾ പറ്റുന്നു, ഒക്കെ സാധാരണ എന്നും പത്രത്തിലും നമ്മൾ വാർത്തയിലും കാണുന്നതാണ്. പക്ഷേ എങ്കിലും അവരാരും ഈ വഴിക്ക് വരില്ല. അവർ വരും എവിടെയെന്നറിയോ? നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ, അതിന് ഫോറസ്റ്റിനോട് ചാരിയിട്ടുള്ള ഞങ്ങളുടെ പ്രദേശത്തിലുള്ള ഒരാളെ, ഒരു വാച്ചറെ അവിടെ നിയമിക്കും. എന്നിട്ട് ആ വാച്ചറും ഈ നാട്ടുകാരും തമ്മിൽ തല്ലും. ആ സാധാരണക്കാരൻ അതായത് മല അടിവാരത്തുള്ള ആളുകൾ വല്ല വിറകിൻ്റെ ഒരു കഷ്ണം എടുക്കാൻ പോവുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പശുവിനെ അഴിക്കാൻ പോവുകയോ അവരുടെ കയ്യിലൊരു വെട്ടുകത്തി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു കൊണ്ടുപോവുക, ഫോൺ ചെയ്ത് അവരെ DOPക്ക് അറിയിക്കുക. അല്ലാതെ ഫോറസ്റ്റുമാർ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് നോക്കി നടക്കുന്നതോ അല്ലെങ്കിൽ മൃഗങ്ങൾ ഇറങ്ങുന്ന ഭാഗം ശ്രദ്ധിച്ച് അതിന് വേണ്ട നടപടിയോ വന്യമൃഗ സംരക്ഷണ വകുപ്പിൽ ഒന്നുമില്ല. ഇനി അഥവാ ആരെങ്കിലും പെട്ട അവൻ്റെ ജമ്മം കോഞ്ഞാട്ടയായി എന്നല്ലാതെ അവരവിടുന്ന് തൂത്തുവാരിയിട്ടേ ഈ ഉദ്യോഗസ്ഥന്മാർ അവിടുന്ന് പോകത്തുള്ളൂ. ശരി, ശ്രീ റെജി ജോസഫ്, ഇന്നിപ്പോൾ രാവിലെ MP ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ താങ്കളിലേക്ക് എത്തിയത് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇതൊരു ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത്
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. താങ്കളാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. സ്ഥാനാർത്ഥിയുടെ ഉറ്റ അനുയായിയാണ് എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയത്തിലൊക്കെയുള്ള പങ്ക് എന്നത് അന്വേഷിക്കണം, ഫോൺ കോൾ റെക്കോർഡ്സ് ഉൾപ്പെടെ പരിശോധിക്കണം എന്ന് പറയുകയാണ്. താങ്കളുടെ പ്രതികരണം എന്താണ്? എനിക്ക് അതിനു മുമ്പ് ഈ റെജി ലൂക്കോസ് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ശരിക്കും മറുപടി പറയാതെ പോകാൻ കഴിയില്ല. കാരണം റെജി ലൂക്കോസിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി വന്നിട്ട് ആ ഒരു ചാനൽ ചർച്ചയിലേക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേരള സമൂഹം വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞു വൈസ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ വഴിക്കടലുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിന് വൈസ് പ്രസിഡന്റാണ് കാരണം, ഉത്തരവാദി എന്നാണ് അവർ പറയുന്നത്. ഇത്ര ബാലിശവും എത്ര അപലപനീയവുമായ ഒരു പ്രസ്താവനയായിട്ട് അതിനെ കാണാൻ കഴിയുക. പിന്നെ റെജി ലൂക്കോസ് പറയുമ്പോൾ രാജിവെക്കാൻ വേണ്ടിയിട്ടാണോ ഈ വഴിക്കടവിലെ വെള്ളക്കെട്ടിലെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് വഴിക്കടവിൽ എന്നെ വൈസ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്? രാജിവെക്കാൻ അദ്ദേഹം പറയുന്നത് വനം വകുപ്പ് മന്ത്രിയോടാണ്. കേരള സമൂഹം ആവശ്യപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഇ പി ജയരാജൻ്റെ ഒരു കർഷകരുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെ ഒരു ജാഥ കടന്നുപോയില്ലേ? സഖാവ് ഇ പി ജയരാജൻ വനം വകുപ്പ് മന്ത്രിയെക്കുറിച്ച് പറഞ്ഞതെന്താ? പിന്നെ ഞാൻ അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കണോ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറഞ്ഞു. ഞാൻ പ്രതിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിശേഷിച്ച് പ്രതിയുടെ പേര് പറയണോ? അദ്ദേഹത്തിൻ്റെ പേര് വിനീഷ് എന്നല്ലേ, ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ചാനൽ ചർച്ചകൾ വന്നതല്ലേ, പ്രതി തന്നെ കുറ്റം ചെയ്തിട്ടുള്ളതല്ലേ. അതിലെന്താണ് വൈസ് പ്രസിഡന്റ് റോള്? അതിലെന്താണ് ആര്യാടൻ ഷൗക്കത്തിന്റെ റോള്? ഇത് നമ്മൾ കേരള സമൂഹത്തിൽ തന്നെ ഇരുന്നാണോ ഇവർ ചർച്ച ചെയ്യുന്നത്? എനിക്ക് വളരെ ഒരു ദാരുണമായ ഒരു എനിക്കിത് മറുപടി പറയാതിരിക്കാൻ എങ്ങനെ പോകാൻ കഴിയുക? ഇത് കോൺഗ്രസുമായി പ്രതിക്ക് യാതൊരു ബന്ധവുമില്ല. പോലീസ് അവരുടെ കയ്യിലല്ലേ, ക്രൈംബ്രാഞ്ച് അവരുടെ കയ്യിലല്ലേ, വിജിലൻസ് അവരുടെ കയ്യിലല്ലേ, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനല്ലേ കൈകാര്യം ചെയ്യുന്നത്. അന്വേഷിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണി നിർത്തി ഞങ്ങൾ വേറെ പഠിക്കുവാൻ തയ്യാറാണ്. ഇവിടെ എം പി ഗോവിന്ദൻ സാറ് സഖാവ് എം പി ഗോവിന്ദൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോവാം. വനം വകുപ്പ് മന്ത്രിയുടെയും എം പി ഗോവിന്ദൻ്റെയൊക്കെ പ്രസ്താവന. ഒരു ദുരന്തമുണ്ടായ മുഖത്ത് ഇവർ ഇത്തരത്തിൽ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന, അത് CPM എന്നും എടുത്തിട്ടുള്ള നിലപാടല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നരിവാലമുണ്ടയിൽ മാത്യു എന്ന് പറഞ്ഞ കർഷകൻ ഈ ഷോക്കേറ്റ് ആത്മഹത്യ ചെയ്തപ്പോൾ അവരതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ച് താങ്കളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എന്റെ സംശയം. വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ അടുത്ത അനുയായിയാണ്. അതിലേക്ക് വരികയാണ്. അത് എങ്ങനെയാന്ന് കൂടി ആ ഗൂഢോല ഞാൻ ഷൗക്കത്തിന്റെ അനുയായി തന്നെയാണല്ലോ. സ്വാഭാവികമായിട്ടും ഞാനൊരു കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇതൊരു UDF സംവിധാന. വൈസ് പ്രസിഡന്റ് എന്ത് ഗൂഢാലോചന നടത്തിയെന്ന് ഇവർ പറയട്ടെ. ആഭ്യന്തര വകുപ്പ് പരിശോധിക്കട്ടെ. വകുപ്പ് ഇവരുടെ കയ്യിലാണല്ലോ. ചാനലുകളുടെ മുമ്പിലിരുന്ന് ഉത്തരം മുട്ടുമ്പോൾ ഇത് ആരുടെയെങ്കിലും തലയിലിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി പഴിചാരിട്ട് കാര്യമുണ്ടോ എന്ന് ഞാനൊരു ലളിതമായ ഒരു കാര്യം ചോദിക്കട്ടെ. വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവിടെ 5 കുട്ടികളെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. എന്നിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു അപകടക്കെണി അവിടെ ഒരുക്കുന്നു. ആ കെണിയിൽപ്പെട്ട് കുട്ടിക്ക് ഷോക്കേറ്റു, കുട്ടി മരിക്കുന്നു. ഇതാണ് ഇവർ ഉദ്ദേശിച്ചത്? എവിടെ ഇരുന്ന ഇവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഇവരാരോടാണ് ഈ ഇത്തരത്തിലുള്ള മറുപടികൾ പറയുന്നത്? എത്ര നിരുത്തരവാദം, എത്ര ഹീനമായ, എത്ര നിന്ദ്യമായ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുമോ? ആലോചിച്ച് നോക്കൂ. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ മരണത്തിന്റെ വ്യാപാരികളായി മാറുന്ന ഒരു സാഹചര്യമല്ലേ? ഇത്തരം ആളുകളെ, സാധാരണക്കാരനെ, കർഷകനെ, ഇന്നൊരു പിഞ്ചു കുട്ടിയെ അവരുടെ അനാസ്ഥ മൂലം മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് അതിന് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഉത്തരവാദി എന്ന് പറയുന്ന അത്യന്തം മോശമായ ഒരു നിലവാരത്തിലേക്ക് തരം താഴാൻ പാടുണ്ടോ? പങ്ക് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ ഫോൺ കോൾ റെക്കോർഡ്സ് ഉൾപ്പെടെ പരിശോധിക്കണം എന്നൊരു ആവശ്യമാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. പങ്ക് അന്വേഷിക്കണം, ഫോൺ കോൾ റെക്കോർഡ്സ് പരിശോധിക്കണം. ഈ പ്രതി ഫോൺ കോൾ റെക്കോർഡുകൾ പരിശോധിക്കട്ടെ. ഞാൻ എൻ്റെ ഫോൺ കൈമാറാൻ തയ്യാറാണല്ലോ. ഈ പ്രതിയെ പിടിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പ്രതിക്ക് ഒറ്റയ്ക്ക് കൃത്യം ചെയ്യാൻ കഴിയില്ല. ഇത് നിങ്ങൾ ആലോചിക്കണം. 8:45 9 മണിക്ക് ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറോട് ഞാൻ വിഷയം പറഞ്ഞു. അദ്ദേഹം സ്ഥലത്ത് പോയിട്ട് എന്നോട് പറഞ്ഞു, സ്ഥലം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതൊരു കേബിളിൽ തോട്ടി കുടുക്കി, ആ കേബിൾ നിങ്ങൾ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു തോട്ടിയിൽ അദ്ദേഹം ഈ കേബിൾ, ഈ പറയുന്ന പ്രതി അല്ലെങ്കിൽ ഈ സംഘം കേബിൾ കുടുക്കി അവിടെയുള്ള ഈ വയർ വലിച്ചു കെട്ടി
തീർച്ചയായിട്ടും പ്രതികൾ ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഒരു 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 50 കിലോ മുതൽ 1.5 കിണ്ടൽ വരെയുള്ള കാട്ടുപന്നികൾ അതിൽ പെടുക. ഒരു പ്രതിക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഇത് വീഴിക്കാൻ പറ്റും ചുരുങ്ങിയ സമയം കൊണ്ട്. ഇത് 8:45 നമ്മൾ മനസ്സിലാക്കണം, അർദ്ധരാത്രിക്കല്ല. 8:45 ചെയ്യുമ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂർ സമയമെങ്കിലും ഈ പ്രതി ഇത് എടുത്തിട്ടുണ്ടാവും എന്ന് നമ്മൾ അനുമാനിക്കണം. കാരണം അദ്ദേഹം ഇത് ചെയ്ത് ഏകദേശം 350-400 മീറ്ററോളം അവിടെ കുറ്റികൾ തറികൾ നാട്ടി അത് വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ ഈ വയർ വലിച്ചിരിക്കുകയാണ്. ഈ വയറിലാണ് ഈ കുട്ടികൾ തട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഇനി പന്നി വീണ് കഴിഞ്ഞാൽ തന്നെ, അപ്പോൾ ഇവർ ഒറ്റ പന്നിക്ക് വേണ്ടിയിട്ടല്ല, ഇവർ ഒന്നിലേറെ പന്നികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ റിപ്പോർട്ടർമാർ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടല്ലോ, അവർക്കത് മനസ്സിലാവും. അപ്പോൾ ഈ പന്നിയെ ഈ കശാപ്പ് ചെയ്ത് ഈ പറയുന്ന ആളുകൾ വഴി വിറ്റഴിക്കണമെങ്കിൽ അത് ഒരാളല്ല, ഇതിലൊരു സംഘം, ഒരു ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വിജയൻ എന്നാണ്, നമ്പിയാടൻ വിജയൻ എന്നാണ്. അവരൊക്കെ സ്വാഭാവികമായിട്ട് ഒരു LDF CPM-ന്റെ കുടുംബ പശ്ചാത്തലമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പിതാവൊക്കെ. ഈ പറയുന്ന വ്യക്തിക്ക് ഏതെങ്കിലും രാഷ്ട്രീയമായി ബന്ധമുണ്ടോ എന്ന് എനിക്കൊരു ചാനൽ ചർച്ചയിൽ വെറുതെ ആരോപിക്കാൻ കഴിയില്ല. എനിക്കിവിടെ ആരോപിക്കാം അദ്ദേഹം CPM ബാന്ധമുള്ള ആളാണെന്ന്. എനിക്ക് അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിനെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തല്ല, എൻ്റെ സുഹൃത്ത് എങ്ങനെയാവും? എനിക്ക് ഈ പ്രതിയുമായിട്ട് യാതൊരു ഒരു ബന്ധവുമില്ല. ഈ റെജി ലൂക്കോസൊക്കെ ഈ വഴിക്കടവിൻ്റെ പശ്ചാത്തലം അറിയാതെ, ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാതെ, ഈ ആളുകളെക്കുറിച്ച് അറിയാതെ, കേട്ട് കേൾവിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഭൂഷണമാണെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കണം. മാത്രമല്ല ഇപ്പോ ഈ വിനീഷ് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അയാൾ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് അയാളുടെ വസ്ത്രങ്ങളും ഒക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. പിന്നീട് അയാൾ ഒളിവിലിരിക്കുന്നു. വീട്ടിലേക്ക് പിന്നീട് എത്തുന്ന സമയത്ത് പോലീസ് പിന്തുടർന്ന് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് അയാളെ പിടികൂടിയത് എന്നൊക്കെയാണ് പോലീസ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് പഞ്ചായത്തിന്റെ അറിവോടെയാണോ ഇത്തരത്തിൽ ഈ കെണി സ്ഥാപിച്ചിട്ടുള്ളതെന്ന്? കാരണം അതിൽ ഈ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ, കമ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് 24-ന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അത് കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ എന്ന്. ഇതൊക്കെ പഞ്ചായത്തിന്റെ അറിവില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കെണി സ്ഥാപിക്കാൻ കഴിയുക എന്ന ചോദ്യം MV ഗോവിന്ദൻ ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി വളരെ ഇതൊന്നും മറുപടി അർഹിക്കുന്ന ചോദ്യമല്ല. പഞ്ചായത്ത് പിന്നെ ഈ പന്നിവേട്ടക്കാർക്ക് കമ്പി വാങ്ങി കൊടുക്കുന്ന പദ്ധതിയാണോ പഞ്ചായത്തിന്റെ കയ്യിലുള്ളത്? വഴിക്കടവ് പഞ്ചായത്ത് ചെയ്യുന്നത് പാവപ്പെട്ട കർഷകരെ കൃഷി ചെയ്യുന്നത് അവരെ സംരക്ഷിക്കാൻ, പന്നികളെ പിടിക്കുന്നതിന് വേണ്ടി ഫെൻസിങ് ഇടാൻ വേണ്ടി പഞ്ചായത്ത് ഫണ്ട് നീക്കി വെക്കുന്നുണ്ട്. അല്ലാതെ എനിക്കറിയത്തില്ല കേരളത്തിൽ CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പന്നിവേട്ടക്കാർക്ക് പിന്നെ ഇത്ര കെണി ഒരുക്കാൻ വേണ്ടി കമ്പി വാങ്ങി കൊടുക്കാൻ വേണ്ടി പദ്ധതി വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വഴിക്കടവ് പഞ്ചായത്തിൽ അങ്ങനെ കേരളത്തിലൊരു പഞ്ചായത്തിൽ ഉണ്ടാകുന്ന എനിക്കറിയാം. ശ്രീ ഡിജോ കാപ്പൻ, ഇവിടെ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് നേരത്തെ തന്നെ KCBയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നതാണ്. അത് നമുക്കറിയാവുന്നതിൽ ഇപ്പോൾ വൈദ്യുതി വേലി കർഷകർക്ക് വേണ്ടി, അത് വന്യമൃഗങ്ങളിൽ നിന്ന് അവരുടെ കൃഷിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നൊക്കെയുള്ള അനുമതി, കൂടാതെ അതിന് ഫീസ് അടയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നൊക്കെയുള്ളത് മറ്റൊരു കാര്യം. പല കർഷകർക്കും പക്ഷേ അതിനെക്കുറിച്ച് അറിയാം. ചിലർ സൗരോർജ്ജ വേലി കെട്ടുന്നതുണ്ട്, അങ്ങനെ അപകടമില്ലാത്ത തരത്തിലേക്കൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ സ്പെസിഫിക് ഏരിയയിൽ നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇൻസുലേഷൻ നടന്നിട്ടില്ല. വൈദ്യുതി മോഷണം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇൻസുലേഷൻ പൂർണ്ണമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് KCBയിൽ. മറ്റൊന്ന്, ഇവിടെ ഈ ഇത്തരം മോഷണം നടക്കുന്നുണ്ട് എന്നതിൻ്റെ സാഹചര്യം അത് നാട്ടുകാർ പറഞ്ഞതാണ് എന്ന് ഇവർ പറയുന്നുണ്ട്. ഏതാനും ആഴ്ച മുൻപ് തന്നെ അത് ചൂണ്ടിക്കാട്ടി. പക്ഷേ അവിടെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ KCBക്ക് ഇക്കാര്യത്തിൽ അവർ പറയുന്നത് രാത്രി നടക്കുന്ന മോഷണമാണ്, രാവിലെ ആകുമ്പോൾ അതെടുത്ത് മാറ്റും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ KCBക്ക്? ചുരുങ്ങിയ മറുപടി. നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത് വിശ്വാസത്തിലെടുത്താൽ KSEB ഒരു 700 മീറ്ററൂടെ കേബിൾ ഇട്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ഫെൻസിങ്ങിന് 600 മീറ്ററും കൂടെ ഫെൻസിങ് പൂർത്തിയായിരുന്നാൽ ജിത്തു ഇന്നും നമ്മളോടൊപ്പം ഉണ്ടായേനെ. നമുക്കറിയാം, നമ്മൾ ഈ റോഡെ പോകുമ്പം PWD നല്ല റോഡ് പണിതിട്ട് ഒരു 5-6 കിലോമീറ്റർ പണിതിട്ട് ഒരു 150-200 മീറ്റർ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. അപ്പോൾ ആ യാത്രയുടെ മുഴുവൻ കംഫർട്ടും പോവുക. അപ്പം നമ്മുടെ നമ്മുടെ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കെടുകാര്യസ്ഥയുടെ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പുതിയ നിയമങ്ങൾ വരുന്നത്, കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നത് ഇതുപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ജിത്തുവിന്റെ മരണം എങ്കിലും നമ്മുടെ KSEBയുടെ ഒരു കണ്ണു തുറപ്പിക്കട്ടെ നമ്മുടെ അധികാരികളുടെ. നമുക്കറിയാം 240 വോട്ട്സ് വേണ്ട ഈ സോളാറിനേക്കാൾ അല്പം കൂടെ കൂടിയ പവറിൽ, അത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉടൻ തന്നെ ആ പിള്ളേർ അതിന്റെ ഇതുണ്ടാക്കി കൊടുക്കും. കേരളത്തിലെ വനാതിർത്തികളിൽ കൂടി മുഴുവൻ
KSEBയുടെ ഈ ഫെൻസിങ് ഉണ്ടാകണം. അപ്പോൾ ഈ കാട്ടുപന്നികളുടെയും കാട്ടുമൃഗങ്ങളുടെയും ഉപദ്രവങ്ങളിൽ രക്ഷപ്പെടാം. അതിന് എന്ത് പറഞ്ഞാലും ഉടനെ പണമില്ലെന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി ചീറ്റപ്പുലിയെ വലിയ പണം കൊടുത്ത് വാങ്ങിച്ചു. അതുപോലെ നമ്മുടെ വനത്തിന് കൊള്ളാവുന്നതിന്റെ ഇരട്ടി കൂടുതൽ 6000 ആനകളുണ്ട്. 3000 ആനയാണ് നമുക്ക് ഉൾക്കൊള്ളാവുന്നത്. അപ്പോൾ ഒരു 3000 ആനയെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള പണം നമുക്ക് കിട്ടും. അപ്പോൾ ആ നിലയിലൊക്കെയുള്ള ഒരു ചിന്ത, ഇതുപോലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട കുഞ്ഞ് നഷ്ടപ്പെട്ടെങ്കിലും നാളുകളിൽ ജിത്തുമാർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ കാട്ടുപന്നി എന്ന് പറയുന്ന മൃഗമാണ് ഏറ്റവും കൂടുതൽ പെറ്റുപെരുകുന്നത്. ഓരോ പ്രസവത്തിലും 8ഉം 10ഉം കുഞ്ഞുങ്ങളുണ്ടാവും. കാട്ടുപന്നിയെ കുറിച്ചുള്ള ഒരു ഇന്റർനാഷണൽ പഠനം തന്നെ 600ഓളം സ്പീഷ്യസുകളെ ഈ കാട്ടുപന്നി നശിപ്പിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഒരു പന്നിയെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഈ മസിൽ പിടിക്കുന്നത്. അതായത് ഇതിനെ ക്ഷുദ്രജീവികളുടെ ലിസ്റ്റിൽപ്പെടുത്തണം. ഇത് വനത്തിൽ നിൽക്കേണ്ടതാണ്. അത് അവിടെ നിർത്തേണ്ടത് ഫോറസ്റ്റുകാരുടെ ഉത്തരവാദിത്വമാണ്. അതിനാണ് നമ്മൾ അവർക്ക് നികുതി പണം കൊടുത്ത് ശമ്പളം കൊടുക്കുന്നത്. ഇപ്പുറത്തോട്ട് കയറിയാൽ അതിനെ വെടിവെക്കാനും ആവശ്യമെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് അതിനെ ഭക്ഷിക്കാനുമുള്ള അവസരം കൊടുക്കണം. അതിന് വേണമെങ്കിൽ ഒരു വില വെച്ചോട്ടെ. ഇപ്പൊ കത്തിച്ച് കളയുന്നതിന് പകരം അതിനെ ഒരു വില വെച്ചിട്ട് മൃഗശാലകൾക്കോ അല്ലെങ്കിൽ ആ തദ്ദേശീയരായ ആളുകൾ പന്നി ഇറച്ചി കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഒരു ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജിത്തുമോഹന്റെ ഒരു മരണം കൂടുതൽ ജിത്തുമോഹന്മാർ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഇടയാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക്. അതാണ് ശ്രീ രജി ലൂക്കോസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ, അത് MV ഗോവിന്ദൻ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഉൾപ്പെടെ മറുപടി പറഞ്ഞിട്ടുണ്ട് റെജി ജോസഫ്. ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്തു. മറ്റൊന്ന്, ഈ പ്രതിക്ക് കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറയുകയാണ്. മറിച്ച് ഇവിടെ KSEBക്കൊക്കെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്, നാട്ടുകാർ തന്നെ പറയുകയാണ്. നേരത്തെ അറിയിച്ചതാണ്, ഏതാനും ആഴ്ച മുൻപ് തന്നെ ഈ വൈദ്യുതി മോഷണത്തിന്റെ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഇൻസുലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയിച്ചതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇതാണിപ്പോൾ ഉയർന്നു വരുന്ന ഒരു കാര്യം. അല്ല, ഞാൻ അതിനോട് യോജിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തിന് വീഴ്ചയുണ്ടായ ഒരു കുഞ്ഞ് അകാലത്തിൽ മരണമടയാന്ന് പറയാൻ സഹിക്കാൻ പറ്റത്തില്ല. അത് നിയമനോട് ശരിക്കണം, ഒരു തർക്കമല്ല കാര്യത്തിൽ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ആരാ? ഈ പറയുന്ന റോബറി, കരണ്ട് മോഷ്ടിച്ച് ഒരു കമ്പി കെണി വെച്ച് ഈ കുഞ്ഞിനെ കൊരക്ക് കൊടുത്തതാ. ഈ കൊലപാതകയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ കൊലപാതകം അറിയത്തില്ലെന്നാണ് ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇയാളെ കുറിച്ചല്ല, ഈ ഇലക്ട്രിസിറ്റി ഈ പന്നികളെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ നിരവധി പരാതികൾ ജനങ്ങൾ ആ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് വെടിവെച്ചു? പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഇത് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാത്ത നിങ്ങൾ മറുപടി വരണം. നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് പഞ്ചായത്തിന്റെ അധികാരം എന്താണ് അത് പ്രയോഗിക്കാൻ തന്നെയാ. അതിലൊന്നാണ് ഷൂട്ടേഴ്സിനെ കൊണ്ട് പന്നിയെ വെടിവെച്ചു കൊല്ലുക എന്നുള്ളത്. ആ പന്നിയെ വെടിവെച്ചു കൊല്ലുന്നത് നിങ്ങൾ ഉത്തരവാദിത്തരഹിതം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ കൊലപാതകത്തിന്റെ ധാർമ്മികതയിൽ നിന്ന് പിൻവലിയാൻ പറ്റുന്നില്ല. ഇത്രയും സമയം ഈ ചർച്ച പങ്കെടുത്തില്ല. ഞാൻ ഡിജോ കാപ്പൻ, ആ പ്രിയപ്പെട്ട നാട്ടുകാരൻ, പഞ്ചായത്തിന്റെ രേഖകൾ പരിശോധിക്കൂ. വഴിക്കട പഞ്ചായത്ത്, സമീപ പഞ്ചായത്തുകളെ കണക്ക് പരിശോധിക്കൂ. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളെയും കണക്ക് പരിശോധിക്കൂ. പരിശോധിച്ചിട്ട് വഴിക്കട പഞ്ചായത്ത് എന്റെ വാർഡിലടക്കം ഷൂട്ട് ചെയ്ത പന്നികളുടെ എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 27 പന്നികളെ എന്റെ വാർഡിലടക്കം വെടിവെച്ചിട്ടുണ്ട്. വഴിക്കട പഞ്ചായത്തിൽ വെടിവെച്ചിട്ടുണ്ട്. നിങ്ങളത് പരിശോധിക്കണം. പരിശോധിക്കാതെ നിങ്ങൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഞാൻ 13 വർഷത്തിനിടയ്ക്ക് ഈ ചാനൽ ചർച്ചകൾ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഞാൻ ചർച്ച നടത്തിയിട്ടില്ല. ശരി സിനോജ്, എനിക്കൊരു കാര്യം അറിയാനുള്ളത്, ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഇതുപോലൊരു മരണം അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് നേരത്തെ റെജി ജോസഫും പറയുകയുണ്ടായി. അന്ന് ഈ തരത്തിലേക്കുള്ള വല്ല പ്രതിഷേധമോ വല്ലതും ഉണ്ടായോ? ആരെങ്കിലും അങ്ങോട്ടേക്ക് എത്തിയിരുന്നോ? ഇതുപോലെ തന്നെ അവസരങ്ങൾ കിട്ടുമ്പോൾ ആളുകൾ ഒന്നിച്ചു കൂടും. അല്ല, അന്ന് എന്തെങ്കിലും തരത്തിൽ പ്രതിഷേധമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിൽ ഇടപെടുകയോ ചെയ്തിരുന്നോ? അന്നോ ഇതേപോലെ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള വലിയ ഇടപെടൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഇന്നൊരു വലിയൊരു അപകടം, 3-4 പിള്ളേർ ആ അപകടത്തിൽ പെട്ടതാണ്. അതിൽ അനന്തു എന്ന് പറയുന്ന കുട്ടിക്ക് മാത്രമാണ് ഇത്രയൊരു കുറച്ച് ദിവസം മുൻപ് ഒരു മരണം സംഭവിച്ചതാണല്ലോ. ഇതിന് മുന്നേ ഉണ്ടായ ഈ സമയങ്ങളിൽ സംഭവിച്ചു. അതിൽ അന്ന് രാഷ്ട്രീയമായിട്ടൊന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതാണ് റെജി ജോസഫ്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം, നമ്മൾ ഈ സംഭവത്തെ ഒന്നും ചുരുക്കി കാണുന്നില്ല, പക്ഷേ ആ മരണം എന്ന് പറയുന്നത് എത്രയോ വേദന ഉണ്ടാക്കുന്നതാണ്. അവിടെ ഈ പെട്ടെന്നൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് നിങ്ങൾ ശ്രമിച്ചോ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നൊരു ചോദ്യത്തിന് പ്രസക്തി വരുന്നത് ഇതിൽ കൂടി ഇങ്ങനെ ഒരു ചോദ്യം കൂടി ഉള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണമുണ്ടാകുമ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പ്രദേശവാസികളും 24-നോട് പറഞ്ഞതാണ്. തത്സമയം തന്നെ ഒരു പ്രദേശവാസി പറയുന്നുണ്ടായിരുന്നു ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന്.
റെജി ജോസഫ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കോൺഗ്രസ് പ്രതിഷേധിക്കുമ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പും CPM പ്രതിഷേധിക്കുമ്പോൾ അത് രാഷ്ട്രീയ അല്ലല്ല, ഇന്നലെ ആദ്യ പ്രതിഷേധം ഉണ്ടായത് എവിടെ നിന്നാണ്? അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. നരിമാൻമുണ്ടയിൽ ഒരു ഈ മരണമുണ്ടായി. മനുഷ്യൻ ആദ്യം ഇത് ആഘോഷിച്ചത് കുട്ടിക്കൊഴിച്ചോണ്ട് അവിടെ പ്രകടനം 2016 സമാനമായ ഒരു കുഞ്ഞിന്റെ കർഷകൻ മരണത്തെ മരണപ്പെട്ടപ്പോ ആഘോഷിച്ച ഒരു നീല ഇവിടെ CPM അതിന് രാഷ്ട്രീയ മുതലെടുത്തു. അപ്പൊ കോൺഗ്രസ് പ്രതികരിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുക്കും, CPM പ്രതികരിക്കുമ്പോൾ അല്ല, ഇതിനു മുൻപ് ഇതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മരണം ഇതേപോലെ ഉണ്ടാകുമ്പോൾ അവിടെ ആരെയും കണ്ടില്ല എന്ന് പറയുന്ന പ്രദേശവാസികളാണ് റെജി ജോസഫ്. തെറ്റാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് നമ്മുടെ മരണപ്പെട്ടത്. രാമകൃഷ്ണൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസ് പാർട്ടി അതുമായി അന്ന് നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധിച്ചോ? നിങ്ങൾ പ്രതിഷേധിച്ചോ? അതിന്റെ അന്വേഷണം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ KSEBയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്ക് സമയപരിമിതമായി നൽകുന്നില്ല എന്നൊരു മറുപടിയാണ് വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്താതെ പോകുന്ന ഒരു സമീപനം അധികാര വർഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാവണം. ഞങ്ങളെ ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധം ഇപ്പോൾ മരണം എന്ന് പറയുന്നത് അത് ആരായാലും ഒരു മരണത്തിന്റെ വിലയൊക്കെ നമുക്കറിയാം. അത് എത്ര വലുതാണ്, എത്ര ദൗർഭാഗ്യകരമാണ്, അവർക്ക് വീട്ടുകാർക്കുണ്ടാകുന്ന നഷ്ടമൊക്കെ എത്ര വലുതാണെന്നറിയാം. പക്ഷെ ഇവിടെ മാത്രം സ്പെസിഫിക് ആയി ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. ഏതായാലും അതിന് താങ്കൾക്ക് മറുപടി പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത. ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ശരി, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്.